إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫറഫഅ റഅസഹു ഇലസ്സമാ, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് അദ്ദേഹത്തിന്റെ തല ഉയർത്തി. ثم وضع راحته على جبهته, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ റസൂൽ തന്റെ നെറ്റിയിൽ വെച്ചു. ثم قال, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ തസ്ബീഹ് ഞാൻ നടത്തുകയാണ്. മാദാ നുസ്സില മിനത് തശ്ദീദ്, എന്താണ് അല്ലാഹു തആല താക്കീതായിക്കൊണ്ട് എനിക്ക് ഇറക്കാൻ പോകുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്, ഒരു താക്കീതാണ് ഇറങ്ങുന്നത്, തശ്ദീദാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി പറയുകയാണ്, സുബ്ഹാനല്ലാഹ് മാദാ നുസ്സില മിനത് തശ്ദീദ്, എന്ത് താക്കീതാണ് ഇപ്പോൾ ഇറങ്ങുന്നത്? ഇത് കേട്ട് സഹാബത്ത് പേടിച്ചു. ഫസകത്നാ വഫസിഅനാ, ഞങ്ങൾ മിണ്ടാതിരുന്നു, ഞങ്ങൾ പേടിച്ചു. ഫലമ്മ കാന മിനൽ ഗദ്, അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഒന്നും ചോദിച്ചില്ല. പിറ്റേ ദിവസമായപ്പോൾ മുഹമ്മദ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതുഹു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിറ്റേ ദിവസമായപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ തശ്ദീദു അല്ലദീ നുസ്സിൽ, ഇന്നലെ ഇറങ്ങിയിട്ടുള്ള ആ താക്കീദ് എന്താണ്? എന്താണ് താങ്കൾക്ക് ഇറങ്ങിയിട്ടുള്ള ആ താക്കീദ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, സുമ്മ ഉഹിയ, പിന്നീട് അല്ലാഹു അദ്ദേഹത്തിന് വീണ്ടും ജീവൻ നൽകി, സുമ്മ ഖുതില, എന്നിട്ട് വീണ്ടും കൊല്ലപ്പെട്ടു, സുമ്മ ഉഹിയ, വീണ്ടും അദ്ദേഹത്തിന് ജീവൻ നൽകപ്പെട്ടു, സുമ്മ ഖുതില, വീണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ഷഹീദായി. അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, അങ്ങനെയുള്ള ഒരുത്തൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, വഅലൈഹി ദൈനുൻ, അദ്ദേഹത്തിന്റെ മേൽ കടമുണ്ട്, കടബാധ്യതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ 3 പ്രാവശ്യം ഷഹീദായ വ്യക്തിയാണെങ്കിലും മാ ദഖലൽ ജന്നത, അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ യുഖ്ദ അൻഹു ദൈനുഹു, അദ്ദേഹത്തിന്റെ ആ കടം വീട്ടപ്പെടുന്നത് വരെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താക്കീതായിക്കൊണ്ടാണ് ഈ വഹ്യ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യവിശ്വാസികളായിട്ടുള്ള നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, കടമിടപാടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈൻ, കടമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്വലു ആയത്തിൻ ഫിൽ ഖുർആൻ ആയത്തുദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് എന്ന് നമ്മൾ
മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു, സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം കടമിടപാടുകൾ ഒരു കാലാവധി വെച്ചുകൊണ്ട് നടത്തുകയാണെങ്കിൽ ഫക്തുബൂഹു, നിങ്ങൾ അത് എഴുതി വെക്കണമെന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ 282-ാമത്തെ വചനം. കടമിടപാടുകൾ നടത്തുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചുകൊണ്ടുള്ള ദൈർഘ്യമായിട്ടുള്ള ആയ വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ കടം എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണെന്ന് അദ്ദേഹത്തിന്റെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലവനാണോ, അവൻ മുത്തഖിയാണോ, ഈമാനുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗം മുൻഗാമികളായിട്ടുള്ള സലഫികൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒരു മാർഗമായിരുന്നു അദ്ദേഹം സാമ്പത്തിക ഇടപാടിൽ എത്രമാത്രം വിശ്വസ്തനാണ് എന്ന് പരിശോധിച്ചിട്ടായിരുന്നു. അദ്ദേഹം ഒരുത്തൻ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പരിശോധിക്കാൻ 2-3 അടയാളങ്ങൾ സലഫുകൾ പറയാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ അത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന്റെ അയൽവാസിയാകണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യണം. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം ഇപ്രകാരം കാണാം: ഹൽ ആമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം അല്ലദൈനി തുഅറഫു ബിഹിമാ അമാനത്തുർ റിജാൽ. ഒരാൾ നല്ല മനുഷ്യനാണോ, അയാൾ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അടയാളമായി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് ഹൽ ആമൽതഹു ബിദ്ദീനാരി വദ്ദിർഹം, നീ അദ്ദേഹത്തോട് ദീനാറും ദിർഹവും വെച്ചിട്ട് വല്ല സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടോ? അല്ലദൈനി തുഅറഫു ബിഹിമാ അമാനത്തുർ റിജാൽ, ആ ദീനാറും ദിർഹമും വെച്ച് കളിച്ചാൽ മനസ്സിലാകും അയാളുടെ വിശ്വസ്തത. ഒരാൾ സാമ്പത്തിക വിഷയത്തിൽ ഹക്കടപാടിൽ, കടമിടപാടിൽ എത്രത്തോളം വിശ്വസ്തനാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരാൾ നല്ലവനാണോ എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ തീരുമാനിച്ചിരുന്നത്. കാരണം ഒരു മനുഷ്യന്റെ അമാനത്ത്, അവന്റെ വിശ്വസ്തത നിലകൊള്ളുന്നത് അവന്റെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ എത്രത്തോളം അവൻ ശുദ്ധനാണ് എന്ന് പരിശോധിച്ചിട്ടാണ്, എന്ന് മനസ്സിലാക്കിയിട്ടാണ്. കാരണം വിശുദ്ധ ഇസ്ലാം തന്റെ സഹോദരന്റെ സമ്പത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്. അവന്റെ രക്തത്തോളം പ്രാധാന്യം നൽകുന്നു. അവന്റെ രക്തം അന്യായമായി ചിന്താൻ പാടില്ല. അത് വളരെ ഗുരുതരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ ഹുർമത്തുള്ള, പവിത്രതയുള്ള ഒന്നാണ് തന്റെ സഹോദരന്റെ സമ്പത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുർമത്തു മാലിൽ മുസ്ലിം കഹുർമതി ദമിഹി. ഒരു മുസ്ലിമിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ, അതിന്റെ സമ്പത്തിന്റെ പവിത്രത എന്ന് പറഞ്ഞാൽ അത് അവന്റെ രക്തത്തിന്റെ പവിത്രത പോലെയാണ്. ഒരാളുടെ രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതുപോലെ തന്നെയാണ് തന്റെ സഹോദരന്റെ സമ്പത്ത് അപഹരിച്ചെടുക്കുക, അവനിൽ നിന്ന് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, അവരിൽ നിന്ന് ഹക്കല്ലാത്ത രൂപത്തിൽ കൈപ്പറ്റുക, അത് അവന്റെ സമ്പത്തിന് അത്രത്തോളം പവിത്രതയുണ്ട്. അവന്റെ രക്തം ചിന്തുന്നത് തുല്യമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളോട് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണ്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ സമ്പത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കടം വാങ്ങേണ്ടി വരും. പക്ഷെ അവൻ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഇസ്ലാം അതിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ആർക്കാണ് അതിന് അവകാശമുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും ഹദീസും ഉലമാക്കൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പിന്നീട് ഒരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. എന്നാൽ ഈ കടത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലുള്ള പല ആളുകളും വളരെ ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കടം യഥേഷ്ടം വാങ്ങും. ഒരു ചെറിയ കാരണമുണ്ടായാൽ കടം വാങ്ങും. പിന്നീട് അവൻ കടം വാങ്ങിയതുപോലും ഓർമ്മയില്ലാതെയായിരിക്കും അവന്റെ പെരുമാറ്റം. തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്നവരെ, കൃത്യമായി അത് തിരിച്ചു കൊടുക്കുന്നവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവർ ഏറ്റവും ഉത്തമന്മാർ എന്നാണ്. ഇന്ന ഖിയാറക്കും അഹ്സനുക്കും ഖലാഹ, അഹ്സനുക്കും ഖലാഅ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കടബാധ്യത തീർക്കുന്നവനാണ്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഉത്തമന്മാരുടെ കൂട്ടത്തിൽ അവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഖിയാറ ഇബാദില്ലാ,
അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ അൽ മുവഫൂൻ അൽ മുതയ്യബൂൻ, കടം തിരിച്ചടക്കുന്നവർ, ഹക്കടപാടുകൾ വീട്ടുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ കടമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനമാണ്. അഭിമാനമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടമെന്ന് പറഞ്ഞാൽ അവന് പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. കടമില്ലാതെ മരിച്ചു പോവുക എന്നുള്ളത് മിക്കവാറും എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. മൻ മാത വഹുവ ബരീഉം മിൻ സലാസിൻ, ഒരുത്തൻ മരിച്ചു പോവുകയാണ്, ആ സമയത്ത് അവൻ 3 കാര്യങ്ങളിൽ നിന്ന് മുക്തനാണ്, 3 കാര്യങ്ങളിൽ നിന്ന് അവൻ മോചിതനാണ്. എന്തൊക്കെയാണ് ആ 3 കാര്യം? അൽ കിബ്രി വൽ ഗുലൂലി വദ്ദൈൻ, അവൻ അഹങ്കാരമില്ല, അവന്റെ ജീവിതത്തിൽ അഹങ്കാരമില്ലാതെയാണ് അവൻ മരിച്ചിട്ടുള്ളത്. വൽ ഗുലൂൽ, മറ്റുള്ളവരുടെ സമ്പത്തിൽ നിന്ന് അവൻ അപഹരിച്ചെടുത്തിട്ടില്ല, അന്യായമായത് കൈവശപ്പെടുത്തിയിട്ടില്ല, അങ്ങനെയുള്ള അവസ്ഥയിലാണ്. വദ്ദൈൻ, അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് അവൻ മുക്തനായിക്കൊണ്ടാണ് മരിച്ചത്. അവന്റെ ജീവിതത്തിൽ അവൻ കടല്ല, അഹങ്കാരമില്ല, മറ്റുള്ളവന്റെ സ്വത്ത് അന്യായമായി കൈക്കലാക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഒരുത്തൻ മരിച്ചതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്! അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ കടമില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, കിബറില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ സമ്പത്ത് ചതിച്ചെടുക്കാത്തവനായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിരവധി സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടം അതിന്റെ ഗൗരവത്തെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പലരും നമ്മൾ കേട്ടിട്ടുണ്ടാവും, കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസുകളിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു ജനാസ കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കടമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അതെ, അദ്ദേഹത്തിന് 2-3 ദീനാർ കടമായിട്ടുണ്ട്, സ്വർണ്ണ നാണയം 2-3 ദീനാർ, രണ്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. റസൂലുള്ള നിസ്കരിക്കാൻ തയ്യാറായില്ല. കടമുള്ള ഒരുത്തന്റെ ജനാസ നമസ്കരിക്കാൻ റസൂലുള്ള തയ്യാറായില്ല. റസൂലുള്ള പറഞ്ഞു, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിക്കുക. റസൂലുള്ള മാറി നിന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടം ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോൾ റസൂലുള്ള ജനാസ നമസ്കരിച്ചു. പിന്നെ പിറ്റേ ദിവസം, അടുത്ത ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന സമയത്ത് റസൂലുള്ള ചോദിക്കുകയാണ്, നീ ആ കടം വീട്ടിയോ? ആ 2 ദീനാർ നീ വീട്ടിയോ? എന്താണ് ഈ 2 ദീനാർ ചെയ്തത്? ആ സമയത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമാ യാ റസൂലല്ലാഹ് ഇന്നമാ മാത അംസി, ഇന്നലല്ലേ ആൾ മരിച്ചിട്ടുള്ളൂ, ഇന്നലല്ലേ അദ്ദേഹം മരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്. പിറ്റേ ദിവസം കണ്ടപ്പോഴും അബൂ ഖതാദയോട് ചോദിച്ചു, ആ 2 ദീനാർ നീ വീട്ടിയോ? ആ സമയത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ വീട്ടി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന ബറദത് അലൈഹി ജിൽദു ഔ ബറുദത് അലൈഹി ജിൽദു, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലി ഖബറിൽ തണുപ്പുള്ളതായിട്ടുള്ളത്. അദ്ദേഹത്തിന് കടമുള്ളത് കൊണ്ട് അദ്ദേഹം ഖബറിൽ പ്രയാസപ്പെടുകയായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസമുണ്ടായത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കടമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ശിക്ഷയുണ്ട്. പക്ഷേ ഒരുത്തൻ ആ കടം ഏറ്റെടുത്താൽ, ആ കടം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവന് പൂർണ്ണമായി ആശ്വാസം ലഭിക്കുകയില്ല അവന്റെ ഖബറിൽ. മറിച്ച് ആ ഏറ്റെടുത്ത വ്യക്തി അവന്റെ കടം വീട്ടുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ അവന് പൂർണ്ണമായ ആശ്വാസം അവന്റെ ഖബറിൽ ലഭിക്കുന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് റസൂലുള്ളാഹി പറഞ്ഞത്, അൽ ആന ബറദത അലൈഹി ജിൽദു, ഇപ്പോഴാണ്, താങ്കൾ ആ വീട്ടിയത് കൊണ്ട് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്ക്, അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആശ്വാസം ഉണ്ടായിട്ടുള്ളത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാവശ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിക്ക് സ്വർഗം തടസ്സമാകുന്നത് കടമാണ്, കടബാധ്യതയാണ്. ഷഹീദിനുള്ള പുണ്യം എന്ന് പറഞ്ഞാൽ എത്രയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷഹീദിനേൽക്കുന്ന 1ാമത്തെ വെട്ടിൽ നിന്ന് തന്നെ ആ രക്തത്തുള്ളി അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുമ്പോൾ തന്നെ അവന്റെ
ലിശ്ശഹീദി ഇൻദല്ലാഹി സബ്അതു ഖിസാൽ, 7 കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ 6 കാര്യങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് അവന്റെ അവന്റെ ശരീരത്തിൽ നിന്ന് ആദ്യത്തെ തുള്ളി വീഴുമ്പോൾ തന്നെ അവന്റെ യുഗ്ഫറു ലഹു ഫി അവ്വലി ദുഫ്അത്തിൻ മിൻ ദമി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവന്റെ ഖബറിൽ അവന് ശിക്ഷയില്ല, നാളെ പരലോകത്ത് അവന് ശിക്ഷയില്ല, അവനെ നാളെ പരലോകത്ത് അല്ലാഹു തആല താജുൽ വഖാറിന്റെ കിരീടം അവന്റെ തലയിൽ വെക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷഹീദിനുള്ള പുണ്യം. പക്ഷേ അവന് കടമുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗപ്രവേശനം തടസ്സമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലിശ്ശഹീദി കുല്ല ദംബിൻ ഇല്ല അദ്ദൈൻ, ഇന്നല്ലാഹ യഗ്ഫിറു ലിശ്ശഹീദി കുല്ല ദംബിൻ ഇല്ല അദ്ദൈൻ. അല്ലാഹു തആല ഷഹീദിന് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, പക്ഷേ അവന്റെ കടം പുറത്തു കൊടുക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവത്തിലുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആ കടം ഏറ്റെടുക്കുകയാണ്. റസൂലുള്ളാഹി അന്വേഷിക്കുകയാണ്, നീ വീട്ടിയോ എന്നുള്ളത്. അതെത്രയും പെട്ടെന്ന് വീട്ടേണ്ട ഒന്നാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫീ ഹാദൽ ഹദീസ് ഇശ്ആറുൻ ബിസുഊബത്തി അംരി ദൈൻ. ഈ ഹദീസിൽ ഒരു അറിയിപ്പുണ്ട്. കടം എന്നുള്ളത്, കടത്തിന്റെ കാര്യം എന്നുള്ളത്, കടബാധ്യത എന്നുള്ളത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇതിലുണ്ട്. വഅന്നഹു ലാ യൻബഗി തഹമ്മുലുഹു ഇല്ലാ മിൻ ദറൂറത്തിൻ. മറ്റൊരാളുടെ കടം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവന് യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരുത്തന്റെ കടം ഏറ്റെടുത്താൽ അത് വലിയ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മളാണ് കടബാധിതൻ. അത് നമുക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പോൾ വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ കടബാധ്യതകൾ ഏറ്റെടുക്കരുത് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശമുണ്ട് കടം നൽകുന്നതിന്റെ പ്രാധാന്യം. കടം നൽകിയവർക്ക് ആശ്വാസം നൽകുന്ന ഒരുപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ, അതൊരു മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാം. എന്നാൽ കടത്തിന്റെ ഗൗരവം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മ അതിൽ വളരെയധികം അലംഭാവം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന ഒരു സത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കൂ. ഇന്ന സാഹിബക്കും മഹ്ബൂസുൻ അനിൽ ജന്ന ബിദൈനിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ സഹോദരൻ, കടബാധിതനായിട്ടുള്ള ഈ സഹോദരൻ, അദ്ദേഹത്തിന് സ്വർഗം തടയപ്പെട്ടിരിക്കുകയാണ്. ബിദൈനിഹി, കടമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം സാധ്യമാകുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന സാഹിബക്കും മുഹ്തബസുൻ അലാ ബാബിൽ ജന്നതി ഫീ ദൈനി അലൈഹി. അയാൾക്കുള്ള കടബാധ്യത കാരണത്താൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ അദ്ദേഹം തടയപ്പെട്ടിരിക്കുകയാണ്, കടമുള്ളതുകൊണ്ട്. ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ തന്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കടം വാങ്ങേണ്ടി വന്നു. അദ്ദേഹം അത് വീട്ടാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് ഇത് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്കും അത് സാധിച്ചില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് ബാധകമാകുമോ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇവിടെ സ്വർഗവാതിലിനടുത്ത് സ്വർഗപ്രവേശനം കടബാധ്യത കൊണ്ട് തടയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യമായ വിഷയങ്ങൾക്ക് കടം വാങ്ങിയവരാണ്. അതുപോലെ തന്നെ അവർ കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അവർ അലംഭാവം കാണിച്ചവരാണ്, അവർ വീട്ടാൻ ശ്രമിക്കാത്തവരാണ്. അവർക്ക് കടം വീട്ടാനും അതിനുവേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർ അത് ചെയ്തില്ല. അവർ മടിയന്മാരായി, അലസന്മാരായി. ആ വിഷയത്തിൽ വളരെ ലാഘവത്തോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്തത്. അത്തരം ആളുകൾക്കാണ് ഈ സ്വർഗം തടയപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് സമാനമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അത് വിശദീകരിച്ചത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ സ്വഹാബി, അദ്ദേഹം താബിഈയായിട്ടുള്ള ഹുംറാൻ ഇബ്നു അബാൻ റഹിമഹുള്ളയോട് പറയുകയാണ്, യാ ഹുംറാൻ ഇത്തഖില്ലാ, ഹുംറാൻ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമുത് വഅലൈക ദൈനുൻ, കടബാധിതനായിക്കൊണ്ട് നീ മരിക്കാൻ പാടില്ല, കടമുള്ളവനായിക്കൊണ്ട് നീ മരിക്കരുത്. ഫയുഖദു മിൻ ഹസനാതിഹി, കാരണം ഫയുഖദു മിൻ ഹസനാതിക്, കാരണം നാളെ പരലോകത്ത് നീ മറ്റൊരാൾക്ക് കടം കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് നീ മരിച്ചതെങ്കിൽ നിന്റെ നന്മ അവനിലേക്ക് പിടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. നിന്റെ നന്മ അവനിലേക്ക് പിടിക്കപ്പെടും.
ആ സമയത്ത് ലൈസ ദീനാറുൻ സമ്മ വലാ ദിർഹം, അവിടെ പരസ്പരം പങ്കുവെക്കുക ദീനാറോ ദിർഹമോ അല്ല, നീ ചെയ്ത അമലുകളാണ് അവന് കൊടുക്കേണ്ടി വരിക. അതുകൊണ്ട് നീ മരിക്കുമ്പോ കടമില്ലാത്തവനായി മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഹുംറാൻ ഇബ്നു അബാൻ റഹിമഹുള്ളയെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരും. നമ്മുടെ പലരും കടം വാങ്ങുന്നവരുണ്ട്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് കടം വാങ്ങേണ്ടി വരും. പക്ഷെ കടം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ അവർ വ്യത്യസ്ത തരക്കാരാണ്. ചില ആളുകൾ കടം വാങ്ങുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും ഇത് കൊടുക്കൂലാൻ. ഇത് വീട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അവർ കടം വാങ്ങുന്നത് തന്നെ. അവർക്ക് ആ സമ്പത്ത് കിട്ടണം, അടിച്ചുപൊളിക്കണം, അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കണം. അത് വീട്ടണം എന്നുള്ള ചിന്ത അവർക്ക് വാങ്ങുമ്പോൾ തന്നെ ഉണ്ടാകൂല. അത് കുറച്ച് ഗുരുതരാണ് വിഷയം. കടം തന്റെ സഹോദരിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ അവൻ പറയുന്നു ഞാനത് വീട്ടൂല, അവനെ പറ്റിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രകാരമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞു അയ്യുമാ റജുലിൻ തദയ്യന ദൈനം മിർ റജുലിൻ, ഒരു മനുഷ്യൻ തന്റെ സഹോദരിൽ നിന്ന് കടം വാങ്ങി, വഹുവ മുജ്മിഉൻ അലാ അൻ യുവഫിയഹു ഇയ്യാഹു, അവൻ ഉറപ്പിച്ചിട്ടുണ്ട് മനസ്സിൽ അത് അവന് കൊടുക്കൂലാൻ, അവൻ തിരിച്ചു വീട്ടൂല എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അവൻ ആ കടസംഖ്യ തന്റെ സഹോദരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളത്. റസൂലുള്ളാഹി പറയണം അങ്ങനെയാണ് അവൻ അത് ചെയ്തിട്ടുള്ളതെങ്കിൽ ലഖിയല്ലാഹ സാരിഖ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക കള്ളനായിക്കൊണ്ടാണ്, മോഷ്ടാവായിക്കൊണ്ടാണ് അവൻ നാളെ അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമാനമായ ഹദീസ് പ്രകാരമുണ്ട് മനിദ്ദാന ദൈന, ഒരുത്തൻ കടം വാങ്ങുകയാണ്, വഹുവ യൻവി അല്ലാ യുവഫിയഹു, അവൻ അത് വീട്ടണമെന്ന ഉദ്ദേശം അവനില്ല, അവൻ കരുതുന്നത് വീട്ടേണ്ടതില്ല എന്നാണ്. വഹുവ യൻവി അല്ലാ യുവഫിയഹു ഇലാ സാഹിബിഹി വഹുവ യൻവി അല്ലാ യുഅദ്ദിയഹു ഇലാ സാഹിബിഹി, ആ കടം വാങ്ങിയ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അവൻ വാങ്ങിയത്, തിരിച്ചു കൊടുക്കൂല എന്ന ഉദ്ദേശത്തിലാണ്. ഫഹുവ സാരിഖുൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ കള്ളനാണ്. അവൻ കള്ളനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ഗുരുതരമാണ് വിഷയം. മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന, മുമ്പൊക്കെ കൂടുതലായി സംഭവിച്ചിരുന്ന ഒരു വിഷയമാണ്, കല്യാണം കഴിക്കുമ്പോൾ മഹർ പറയും, അത് കൊടുക്കൂല, പിന്നെ അത് അവസാനം പൊരുത്തപ്പെടിക്കലാണ്. ഗുരുതരമായിട്ടുള്ള വിഷയമാണത്. മഹർ കൊടുക്കണം, നിർബന്ധാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ്, അത് കടമാണ് യഥാർത്ഥത്തിൽ. നമ്മൾ മഹർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് കടമായി കിടക്കും. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. മുമ്പൊക്കെ അങ്ങനെ കൂടുതലായി സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മുമ്പുള്ള ആളുകൾ പറയാറുണ്ട്. മഹർ എന്നൊക്കെ പറച്ചിലുണ്ടാകുള്ളൂ, കൊടുക്കാറില്ല എന്നുള്ള കാര്യം. റസൂലുള്ളാഹി പറഞ്ഞു അയ്യുമാ റജുലിൻ തസവ്വജ ഇംറഅതൻ അലാ മാ ഖല്ല മിനൽ മഹ്രി ഔ കസുർ, ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു, മഹർ എന്താകട്ടെ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ, അവൻ മഹർ പറഞ്ഞു കല്യാണം കഴിച്ചു. പക്ഷേ ലൈസ ഫീ നഫ്സിഹി അൻ യുഅദ്ദിയ ഇലൈഹാ ഹഖ്ഖഹാ, അവൻ ആ പറയുന്ന സമയത്ത് തന്നെ അവൻ ഉറപ്പുണ്ട് ഞാൻ അത് വീട്ടൂലാൻ. പറച്ചിൽ അവൻ പറഞ്ഞു ഇത്ര ഉണ്ട്, ഇത്ര തരാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ കല്യാണം കഴിച്ചത്. പക്ഷേ അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞിട്ടുള്ളത് അവനൊന്നും കൊടുക്കൂല എന്നാണ്. ഖദഅഹ, അവളെ വഞ്ചിച്ചു അവൻ. ഫമാത വലം യുഅദ്ദി ഇലൈഹാ ഹഖ്ഖഹാ, അവനങ്ങനെ മരിച്ചുപോയി. അവൾക്ക് കൊടുക്കേണ്ട മഹർ അവൻ കൊടുത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലഖിയല്ലാഹ യൗമൽ ഖിയാമത്തി വഹുവ സാനിൻ, ഖിയാമത്ത് നാളിൽ അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ വ്യഭിചാരിയായിട്ടാണ് കണ്ടുമുട്ടുക. അവൻ വ്യഭിചാരിയായിട്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ എത്തിപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. കാരണം അതൊരു കടമാണ്, കടബാധ്യതയാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ കടം വാങ്ങും. കടം വാങ്ങിയ താല്പര്യം അവർക്ക് കൊടുക്കാണ്ടാകൂല. അവരുടെ കീശയിൽ പണമുണ്ടാകും, അവർ വിചാരിച്ചാൽ അവർക്ക് വീട്ടാൻ സാധിക്കും. ആ കടം വാങ്ങിയ സഹോദരനെ, കടം ആരിൽ നിന്നാണോ കൈപ്പറ്റിയത് ആ സഹോദരനെ ബുദ്ധിമുട്ടിക്കുക, നാളെ തരാ, പിന്നെ തരാ. അവന്റെ കയ്യിൽ, അവന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാകും. അതിന് അറബിയിൽ മുമാത്വലത്ത് എന്നാണ് പറയാം, മുമാത്വലത്ത്. അത് നമ്മൾ മുമ്പ് ദുൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ വിഷയത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മതലുൽ ഗനിയ്യി ദുൽമുൻ, ഒരു ഗനിയായിട്ടുള്ള, ധനികനായിട്ടുള്ള, സമ്പത്തിന് ശേഷിയുള്ള, സാമ്പത്തികമായി ശേഷിയുള്ള ഒരുത്തൻ
തന്റെ കടബാധ്യത നിർവഹിക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. നാളെ തരാം, പിന്നെ തരാം. അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, അവനൊരു ബുദ്ധിമുട്ടുമില്ല, അവൻ വെറുതെ സമയം നീട്ടിക്കൊടുക്കുക. അത് ദുൽമാണ്, അക്രമമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാഷ് ബോക്സിൽ പൈസ ഉണ്ടാകും. സെയിൽസ്മാൻമാരായിട്ട് വരുന്ന ആളുകളോട് നാളെ തരാം, പിന്നെ തരാം, വെറുതെ ബുദ്ധിമുട്ടിക്കുക. അവന് കൊടുക്കേണ്ട പൈസയാണത്. അവന് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊടുക്കണം. അവന്റെ കയ്യിൽ അവന് പൈസ ഉണ്ട്, ബുദ്ധിമുട്ടില്ല. പക്ഷെ അവന്റെ പണപ്പെട്ടി നിറഞ്ഞു കിടക്കുകയാണെങ്കിലും ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. അടുത്ത ആഴ്ച വാന്ന് പറയും. അത് ദുൽമാണ്, അക്രമമാണെന്ന് മനസ്സിലാക്കണം. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം എന്നറിയോ? റസൂലുള്ളാഹി പറയണം, ലയ്യുൽ വാജിദി യുഹില്ലു ഇർദഹു വഉഖൂബതഹു. റസൂലുള്ളാഹി പറയണം, ലയ്യുൽ വാജിദി യുഹില്ലു ഇർദഹു വഉഖൂബതഹു. ലയ്യുൽ വാജിദ് എന്ന് പറഞ്ഞാൽ പൈസ, സമ്പത്ത് കയ്യിലുണ്ട്, പക്ഷെ കടം കൊടുക്കേണ്ട ആൾക്കാർ കടം കൊടുക്കണില്ല, നീട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ യുഹില്ലു ഇർദഹു, അവൻ അവന്റെ അഭിമാനത്തെ അനുവദനീയമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്ത എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കടം കൊടുക്കാനുണ്ടായിട്ട് കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോകാനെ കുറിച്ച് കുറ്റം പറയാന്നാ. ആളുകളോട് പറയാ, അവൻ കടം വാങ്ങിയ തിരിച്ചു തരാത്തവനെന്ന് പറഞ്ഞു നടക്കാന്നാണ്. യുഹില്ലു ഇർദഹു, അവന്റെ അഭിമാനം അനുവദനീയമാക്കിയത് അവനാണ്. കാരണം അവന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ അവൻ കൊടുക്കണില്ല. കടം കൊടുക്കാനുള്ളതാണ്, സക്കാത്തും സ്വതക്കൊന്നുമല്ല. അവന് കൊടുക്കാനുള്ള പൈസയാണ്, അതവൻ കൊടുക്കുന്നില്ല എങ്കിൽ, അവൻ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവന്റെ അഭിമാനം അത് അനുവദനീയമാണ്. അവനെക്കുറിച്ച് കുറ്റം പറയാന്നാണ്. അത് തെറ്റല്ല. അവനെക്കുറിച്ച് നാട്ടുകാരോട് പറയാ, ഇവൻ പൈസ വാങ്ങിയ തിരിച്ചു തരാത്ത ആളാണ്. വഉഖൂബതഹു, അവനെ ശിക്ഷിക്കലും അനുവദനീയമാണ്. അവനെ ശിക്ഷിക്ക. കാരണം യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് വലിയൊരു അക്രമമാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് കയ്യിൽ വെച്ച്. ലയ്യുൽ വാജിദ് എന്നാണ് പറഞ്ഞത്, ഫഖീർ അല്ല. വാജിദ് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, സമ്പന്നനാണ്, പക്ഷെ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടാക്കുക. അവന്റെ അഭിമാനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അനുവദനീയമാണ്. ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് എത്രത്തോളം ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അവന്റെ രക്തത്തോളം, അതുപോലെ അവന്റെ സമ്പത്തിനോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവന്റെ ഇർദിന്, അഭിമാനം. തന്റെ അഭിമാനം പിച്ചു ചീന്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പലിശയായിട്ട് എണ്ണിയിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു കാര്യം. പക്ഷേ ഈ കടം പൈസ കൊടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന പൈസക്കാരുണ്ടല്ലോ, അവനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാൻ, അവനെ നാട്ടുകാരോട് പറയാം അവനെ കുറിച്ച്, അവൻ ഇടപാടിൽ മോശമാണെന്ന്. അത് തെറ്റല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, കടം വാങ്ങിയ പിന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകൂല. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടാവും, കടം അത്യാവശ്യത്തിന് വാങ്ങും, പക്ഷെ തിരിച്ചു കൊടുക്കണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിലായിരിക്കും. എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം, അധ്വാനിച്ചിട്ടാണെങ്കിലും അത് തിരിച്ചു കൊടുക്കണം, വളരെ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അത് വീടുന്നത് വരെ അവന് ഒരു ഭയങ്കര പ്രയാസമായിരിക്കും മനസ്സിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അംവാലൻ നാസി യുരീദു അദഅഹ, ഒരുത്തൻ ആളുകളുടെ സമ്പത്ത് കടമായി സ്വീകരിക്കുകയാണ്, അത് തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ, അദ്ദല്ലാഹു അൻഹു, അല്ലാഹു അവന് തിരിച്ചു കൊടുക്കാനുള്ള സഹായം ഉണ്ടാക്കി കൊടുക്കും. അവന് തിരിച്ചു കൊടുക്കാനുള്ള സഹായം അല്ലാഹുവിൽ നിന്നുണ്ടാകും. വമൻ അഖദ യുരീദു ഇത്ലാഫഹ, പക്ഷെ ഒരുത്തനോട് കടം വാങ്ങുന്നത് ആ സമ്പത്ത് നശിപ്പിക്കാനാണ്, തിരിച്ചു കൊടുക്കാനൊന്നുമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരുത്തൻ കടം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്ലഫഹുല്ലാഹ്, അല്ലാഹു അവനെ നശിപ്പിച്ചു കളയുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് സാമ്പത്തികമായിട്ടുള്ള വിഷയം. നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ, സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം. അത് നമ്മൾ അവർക്ക് കൊടുക്കണം, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ദുനിയാവിലും നമ്മളുടെ അഭിമാനവും അത് പിച്ചു ചീന്തൽ അനുവദനീയമാക്കിയിട്ടുള്ള വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്, ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ഒരുപാട് അദബുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, മര്യാദകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂടെയുണ്ട്. എന്നാൽ ഇപ്പോ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം, എങ്ങനെയാണ് കടത്തിൽ നമുക്ക് രക്ഷപ്പെടുക? കടമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ജീവിതത്തിൽ കടമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് കടത്തിൽ നിന്നുള്ള സംരക്ഷണം. കടം ഉണ്ടാകാൻ പാടില്ല. കടമില്ലാതെ മരിച്ചു പോകണം എന്നുള്ള വല്ലാത്ത ആഗ്രഹം
സത്യവിശ്വാസികൾക്ക് ഉണ്ടാകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യദ്ഉ ഫിസ് സ്വലാത്ത്, റസൂൽ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിൽ എവിടെ പ്രാർത്ഥിക്കും? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സലാം വീട്ടുന്നതിന് മുമ്പ് വളരെ കൂടുതൽ പ്രാർത്ഥനകൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. സലാം വീട്ടുന്നതിന് മുമ്പ് അതിൽ റസൂലുള്ള പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു തിന്മകളിൽ നിന്നും, മഗ്റം കടങ്ങളിൽ നിന്നും, കടത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ള ഇസ്തിആദ ശരണം തേടാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോ ഫഖാല ലഹു ഖായിൽ, ഇത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റം, എന്താ റസൂലേ താങ്കൾ ഇങ്ങനെ കടത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷ തേടാൻ കൂടുതലായി, വളരെ കൂടുതലായി കടത്തിൽ നിന്ന് രക്ഷ തേടാൻ കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ വകദിബ ഔ കദബ. എന്താ അറിയോ, ഒരാൾ കടം വാങ്ങിയാൽ അയാൾ കളവ് പറയാനുള്ള സാധ്യത കൂടുതലാണ്. റസൂലുള്ള പറയാൻ കളവ് പറയാൻ സാധ്യത ഉണ്ട്. അയാൾ പറയും, കടം വാങ്ങിയാൽ തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾ പറയും, എനിക്ക് ഒരു 2 ആൾക്കാർ പൈസ തരാണ്ട്, അത് കിട്ടിയ ഉടനെ തരാം. അയാൾക്ക് ഒരാളും പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ പല രൂപത്തിലുള്ള കളവ് പറയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതാ റസൂലുള്ള പറഞ്ഞത്, കടം വാങ്ങി അവന് കളവ് സംസാരിക്കേണ്ടി വരും, കളവ് പറയേണ്ടി വരും. വാഗ്ദാനം കൊടുക്കേണ്ടി വരും, നാളെ തരാം, അടുത്ത ആഴ്ച തരാം. എന്നിട്ട് ലംഘിക്കും ചെയ്യും, അടുത്ത ആഴ്ച അവൻ കൊടുക്കാൻ തന്നെ ഉദ്ദേശം ഉണ്ടാകൂല. അങ്ങനെയുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായി അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ ദുഃഖത്തിൽ നിന്ന്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന്, അതുമൂലമുണ്ടാകുന്ന സങ്കടത്തിൽ നിന്ന്, പേടിയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ രക്ഷ തേടുന്നു. വൽ അജിസി വൽ കസൽ, അശക്തിയിൽ നിന്ന്, അതുപോലെ തന്നെ അലസതയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൽ ബുഖ്ലി വൽ ജുബ്ൻ, പിശുക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്ന്, ഭീരുവാകുന്നതിൽ നിന്ന് അല്ലാഹുവേ രക്ഷ തേടുന്നു. വളലഇദ്ദൈനി വഗലബത്തിർ റിജാൽ, റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ വളലഇദ്ദൈൻ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ. വലഉദ്ദൈൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അയാൾക്ക് അയാളുടെ യഥാർത്ഥ അവസ്ഥയിൽ അയാൾക്ക് നിൽക്കാൻ സാധിക്കൂല. അയാൾക്ക് പിന്നെ എല്ലാ സമയത്തും അയാൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അതായിരിക്കും അയാളുടെ ഇബാദത്തിൽ ചിന്ത, അയാളുടെ എല്ലാ അവരുടെ ജീവിതത്തിൽ തന്നെ അതായിരിക്കും ചിന്ത. അങ്ങനെ അവനെ ആ കടം പ്രയാസപ്പെടുത്തും. അങ്ങനെയുള്ള കടത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഗലബത്തിർ റിജാൽ, അതുപോലത്തെ അക്രമികളായിട്ടുള്ള ആളുകൾ അതിജയിക്കുന്നതിൽ നിന്നും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു അടിമയായിട്ടുള്ള ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വചനം ഹദീസിൽ കാണാം. അദ്ദേഹം കടം വീട്ടാൻ, തന്റെ യജമാനന് കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എനിക്കൊരു കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെ, റസൂലുള്ളാഹി എനിക്ക് പഠിപ്പിച്ചു തന്ന ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ അടിമയോട് പറയണം അലി റളിയല്ലാഹു അൻഹു. എന്താ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്? ലൗ കാന അലൈക മിസ്ലു ജബലി സീരിൻ ദൈന, സീർ പർവ്വതത്തോളം, പർവ്വത സമാനമായ കടം നിനക്കുണ്ടെങ്കിലും അദ്ദാഹുല്ലാഹു അൻക, അല്ലാഹു അത് നിനക്ക് വീട്ടിത്തരും. അത് വീട്ടിത്തരുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ പരലോകത്തെത്തിയാൽ അല്ലാഹു അത് പുറത്തു കൊടുക്കും എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക മിൻ ഹറാമിക് അൻ ഹറാമിക്, അല്ലാഹു എനിക്ക് നീ ഹലാലാക്കിയത് മതി, നീ ഹറാമാക്കിയത് ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല, എനിക്ക് വേണ്ട, എനിക്ക് നീ ഹലാലാക്കിയത് എത്രയാണ് അത് മതി, അതിൽ ഞാൻ തൃപ്തനാണ്, അത് മതി എനിക്ക്. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, അല്ലാഹുവേ നിന്റെ ഫضൽ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നീ നിന്റെ ഫضൽ കൊണ്ട് നീ എന്നെ ധന്യനാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ എനിക്കുണ്ടാക്കരുത് എന്നുള്ള പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പർവ്വത സമാനമായിട്ടുള്ള കടങ്ങൾ നിനക്കുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പ്രാർത്ഥന ജീവിതത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കടം വരാതിരിക്കാൻ നമ്മൾ ഇസ്തിആദ നടത്തും. ഇപ്പൊ നമുക്ക് കടം ഉണ്ടാകൂല, നാളെ ഒരു പക്ഷേ നമ്മൾ കടബാധിതരാകാൻ സാധ്യതയുണ്ട്.
ഇല്ല എന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റൂല. കാരണം ലോകം അങ്ങനെയാണ്. ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ ഉണ്ടായാൽ കടം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് കടമില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് ഇസ്തിആദ നടത്തണം, കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കടമുണ്ടാകാതിരിക്കാൻ. അതുപോലെ തന്നെ കടമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യണം. അതുപോലെ തന്നെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ, ഇന്ന് അധികം കടം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആർത്തിയാണ്. അദമുൽ ഖനാഅ, സംതൃപ്തി എന്നത് ഇല്ല മനുഷ്യന്. അതുകൊണ്ടാണ് ഒരുപാട് കടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് കടം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിയിട്ടാണ് അവർക്ക് കടമുണ്ടായിട്ടുള്ളത്. അനാവശ്യമായ കാര്യങ്ങൾക്കാണ് അവർക്ക് കടമുണ്ടായിട്ടുള്ളത്. ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവർക്ക് പുതിയ കാർ വാങ്ങണം, പുതിയ വാഹനം വാങ്ങണം, വലിയ വീട് വെക്കണം. തന്റെ അയൽവാസിയുടെ വീട് കണ്ട് മത്സരിക്കുകയാണ്. അവന്റെ ഭാര്യ അതിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. അങ്ങനെ അവൻ അദമുൽ ഖനാഅ, സംതൃപ്തിയില്ലാത്തവനായി ജീവിക്കുമ്പോ അവന് പലതും സ്വപ്നം കാണും. അത് നേടിയെടുക്കാൻ അവന്റെ മുമ്പിൽ കടം മാത്രമേ അവന്റെ മുമ്പിലുള്ളെങ്കിൽ അവനത് വാങ്ങും, അവനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. പല കടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ആവശ്യത്തിനായിരിക്കില്ല, അനാവശ്യത്തിനായിരിക്കും. അതുപോലെ തന്നെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീധനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി പറഞ്ഞാലും രക്ഷിതാക്കൾക്ക് ഒരു വലിയ ഒരു മാനക്കേടാണ്. വല്ലതും കൊടുത്തിട്ടില്ലെങ്കിൽ പ്രയാസം. 5 കാശിന് വക ഉണ്ടാകൂല. 300-400 രൂപക്ക് കൂലിപ്പണി എടുക്കുന്ന ആളായിരിക്കും. അയാളുടെ മനസ്സിലുണ്ടാകുക ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ, എന്നിട്ട് അയാൾ കടം വാങ്ങും. പിന്നെ ജീവിതത്തിൽ അത് വീട്ടാൻ വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണത്? അങ്ങനെ കടം വാങ്ങാൻ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്ര, അതുകൊണ്ട് ഞാനും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നാണ്. ഈ ഖനാഅത്തില്ലാത്ത, സംതൃപ്തിയില്ലാത്ത മനസ്സാണ് പലപ്പോഴും പല ആളുകളെയും കടത്തിലെത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനാഅത്തിനെ കുറിച്ച് പറഞ്ഞ മുമ്പുള്ള ഖുത്ബയിലൊക്കെ പല സന്ദർഭത്തിൽ വിശദീകരിച്ച റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലം, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫ, മുസ്ലിമാവുകയും ആവശ്യമുള്ള, അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള ഭക്ഷണം, അത്യാവശ്യത്തിനുള്ള ഭക്ഷണം അവന് കിട്ടിയിട്ടുണ്ട്. വഖന്നഅഹു അല്ലാഹു ബിമാ ആത, അല്ലാഹു അവന് നൽകിയതിൽ അല്ലാഹു ഖനാഅത്ത് നൽകിയിട്ടുണ്ട്, സംതൃപ്തി. ഇങ്ങനെയുള്ള ഒരുത്തൻ വിജയിച്ചിരിക്കുന്നു, അവൻ ദുനിയാവിലും പരലോകത്തിലും വിജയിച്ചവനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഈ കടത്തിലെത്തിച്ചേരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഖനാഅത്ത്, സംതൃപ്തിയില്ലായ്മ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. അതുകൊണ്ട് കടത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി, വളരെ അത്യാവശ്യത്തിനല്ലാതെ എനിക്കത് വീട്ടാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമല്ലാതെ നമ്മൾ അതിന് മുതിരരുത്. അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുടുംബത്തിലൊക്കെ പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.